ശ്രീലാൽകുമാർ, വിശാലമനസ്കനായ രാജാവ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കലിംഗ സദസ്സ് സംഘടിപ്പിക്കുന്നു. അവിടെ പ്രജകളുടെ ആവലാതികൾ കേൾക്കുന്നു, പരിഹാരം നടത്തുന്നു. ഇത് ഗംഭീരമായൊരു ഭരണമല്ലേ? അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്നും സിനിമാ നടന്റെ സ്റ്റേറ്റസിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ സിനിമയിലും അദ്ദേഹത്തിന് അത്ര വലിയ അഭിനയപാഠം ഉള്ള ഒരാളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല വ്യക്തിപരമായി. പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകാം. അത് പോട്ടെ. നോക്കൂ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു മന്ത്രിയാകുക അല്ലെങ്കിൽ ഒരു MP ആകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പാർലമെന്ററി ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഒരു ഓത്തെടുത്താണ് മുന്നോട്ട് പോകുന്നത്. അവിടെ നിങ്ങൾ ഈ പറയുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ അപ്ഹോൾഡ് ചെയ്യേണ്ട ഒരാളാണ് അദ്ദേഹം. പ്രജ എന്ന് ഇവിടുത്തെ ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയെ വിളിക്കുകയാണെങ്കിൽ അവിടെ തന്നെ കാര്യം കഴിഞ്ഞില്ലേ? നമ്മൾ നോക്കൂ, മൊണാർക്കിയൽ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഫ്യൂഡൽ കാലഘട്ടത്തിലോ ഒന്നും അല്ലല്ലോ ജീവിക്കുന്നത്. നമുക്ക് ജനാധിപത്യ ഇന്ത്യയിൽ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷ, സോഷ്യലിസത്തിൻ്റെ, ഗാന്ധിയൻ സോഷ്യലിസത്തിൻ്റെ ഭാഷ നമ്മളോട് പറയുന്നു. അവിടെ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ജീവിക്കുകയാണ്. ഈ പറയുന്ന ഒരു കമൻറ്റ് പറയുന്നതും ഡയലോഗ് പറയുകയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം ഒരിക്കലും ഒരു വാർത്താ സമ്മേളനം നടത്തുകയല്ല. അദ്ദേഹം ഒരു ഷൂട്ടിനകത്തെ ഡയലോഗ് ഡെലിവറിയാണ് അദ്ദേഹം എപ്പോഴും നടത്തുന്നത്. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ സിനിമയ്ക്ക് അത് കാണത്തില്ലേ, അതേ ടോണിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഒരു മിസ്റ്റേക്ക് പറ്റാം. നോക്കൂ, നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റാം. നമ്മുടെ ഭാഷയ്ക്കകത്ത് ചിലപ്പം ഫ്യൂഡലിസ്റ്റിക് ലൈൻസ് ഉണ്ടാകാം, ഒരു ഇമ്പീരിയലിസ്റ്റിക് ലൈൻസ് ഉണ്ടാകാം. പക്ഷേ അതിൽ നിന്ന് എത്ര കറക്റ്റീവ് മെഷേഴ്സാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പ്രോഗ്രസീവ് ലൈനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ. ഇദ്ദേഹം ഓരോ ദിവസം തോറും പുറകോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പം ശബരിമല തന്ത്രിയാകണം, പക്ഷെ ഒരാൾക്ക് ശബരിമല തന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റില്ല. അത് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ച് എന്ന് വെച്ചാൽ അടുത്ത ജന്മത്തിലും ഈ ബ്രാഹ്മണിക്കൽ സിസ്റ്റം, ഈ ഹൈറാർക്കിക്കൽ സിസ്റ്റം ഇവിടെ നിൽക്കണം എന്നൊരു ഇൻഹറന്റ് മീനിങ് അതിനകത്തില്ലേ? അങ്ങനെ പറയുന്നതിനൊന്നും ഒരു ദാക്ഷിണ്യവുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് റിപ്പൻറ്റ് ചെയ്യാതെ അദ്ദേഹം മുന്നോട്ട്, അദ്ദേഹം പറയുന്നതിൻ്റെ കോൺസിക്വൻസ്, യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന ഓരോ സെന്റൻസിന്റെയും സോഷ്യൽ പൊളിറ്റിക്കൽ കോൺസിക്വൻസിനെ കുറിച്ച് അദ്ദേഹം അറിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നടത്തിയേനെ അദ്ദേഹം ഈ പൊട്ടിയ പട്ടം പോലെ അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് കേൾക്കുമായിരുന്നു. കമ്മീഷണർ സിനിമയ്ക്ക് എന്താ കുഴപ്പം? കമ്മീഷണർ സിനിമയ്ക്കകത്തെ അരാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ്. അത് അഭിനയിച്ച അദ്ദേഹമാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആൾക്കാർ കൈയടിക്കുന്നു, അദ്ദേഹം വലിയ അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ആളാണ് അതിനകത്തെങ്കിൽ പോലും അതിനകത്ത് എത്രമാത്രം അരാഷ്ട്രീയമുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ കമ്മീഷണർ സിനിമയ്ക്കകത്തെ പരചന്ദ്രൻ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. അത് മൊത്തം കുഴപ്പമാണ്, അതാ പ്രശ്നം. അത് നോക്കൂ, ഒരു കഥാപാത്രത്തെ ഒരാൾ ഉണ്ടാക്കിയിരിക്കുന്നു, ആ കഥാപാത്രമായി അദ്ദേഹത്തിന് ജീവിക്കുന്നതിന് മടിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതല്ലേ പ്രശ്നം? നമുക്ക് വേണ്ടത് ഒരു കഥാപാത്രത്തെ അല്ല. നമുക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ പറയുന്ന ഏകലവ്യൻ സിനിമയിലെ സുരേഷ് ഗോപിയെ റോഡിലിറങ്ങി നമുക്ക് വേണ്ടാന്നേ. നമുക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഈ പാവപ്പെട്ടവർക്കും പണക്കാർക്കും എല്ലാവരും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരാളെയാണ് പറഞ്ഞത്. സിസ്റ്റമിക് റിഫോംസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനോട് വെച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നോക്കൂ, അദ്ദേഹത്തിന് എടുത്ത ശമ്പളത്തിന് 1 രൂപ പോലും അദ്ദേഹം എടുത്തിട്ടില്ല. അതിലെന്താ കാര്യം ഇരിക്കുന്നത്? അതാണോ ഇവിടുത്തെ ആവശ്യം? അദ്ദേഹത്തിന് ഈ രാജ്യം കൊടുക്കുന്ന ശമ്പളം അദ്ദേഹം എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഒരു സിസ്റ്റമിക് ചേഞ്ച് കൊണ്ടുവരത്തക്ക രീതിയിൽ ഇടപെടുക എന്നുള്ളതാണ്. അത് പറയേണ്ടവരെ പറഞ്ഞ് മനസ്സിലാക്കി എയിംസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ അദ്ദേഹത്തിന് കൈ കിട്ടുന്ന ശമ്പളം 5 വർഷത്തേക്ക് ഞാൻ ഇനിയും തൊടുന്നില്ല, അതിന് എയിംസിന് ഞാൻ സംഭാവനയായിട്ട് തന്നേക്കാമെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രവർത്തനമാകുമോ? അത് പൊതുപ്രവർത്തനമാകുമോ? അതാണ് പൊതുപ്രവർത്തനം എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പെശകുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ, അദ്ദേഹം വളരെ വിശാല മനസ്സിയായുള്ള ആശാൻ നമ്മൾ കൊടുക്കുന്നു എന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന രീതി അദ്ദേഹത്തിന്റെ ശമ്പളം അദ്ദേഹം എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനമായി അദ്ദേഹം കണക്കാക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. അതൊരു പൊതുപ്രവർത്തനം അല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന സൗകര്യം അദ്ദേഹം ഉപയോഗിക്കാതെ അന്ന് എന്റെ ശമ്പളം മൊത്തം ഇപ്പോൾ ഒരു ദുരന്തം വരുമ്പോൾ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ അല്ല. ഞാൻ ഇതിനു വേണ്ടിയിട്ട് മൊത്തത്തിൽ മാറ്റി വെച്ചിരിക്കുന്നു, എന്നാൽ വേറൊരു പണിയും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓരോ റിക്വസ്റ്റുമായിട്ട് വരുന്ന ആൾക്കാരെ ഓടിച്ചു വിടുക, പേടിപ്പിച്ചു വിടുക, എൻ്റെ ജോലി അല്ല എന്ന് പറയുക. അവിടെയും ഫ്യൂഡൽ ഭാഷ ഉപയോഗിച്ച് എന്താണോ ജനാധിപത്യ ഇന്ത്യ ആഗ്രഹിക്കുന്നത്, എന്താണോ ജനാധിപത്യ ഇന്ത്യ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്, അതിൽ നിന്ന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച ശേഷം എൻ്റെ ശമ്പളം ഞാൻ കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളേ? അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.